നാലാം ദിവസവും പശ്ചിമേഷ്യ കലുഷിതം. റിയാദിലെ US എംബസിയിലെയും ദുബായിലെ ഓസ്ട്രേലിയൻ എയർബേസിലും ഡ്രോൺ ആക്രമണം. ബഹ്റൈനിലും സ്ഫോടനം. US സൈനികർ താമസിച്ച ഇറാഖിലെ എർബിൻ ഹോട്ടലിൽ ഇറാൻ മിസൈലുകൾ. ഹോർമൂസ് കടലിടുക്ക് അടച്ച് ഇറാൻ. കപ്പലുകൾ എത്തിയാൽ കത്തിക്കുമെന്ന് ഭീഷണി. ആക്രമണത്തിൽ ഇറാനിൽ മരണം 1700. എണ്ണവില കുതിക്കുന്നു. ലബനനിലും ടെഹ്റാനിലും ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് അമേരിക്ക. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന അവകാശവാദം. സൗദിയിലെ US എംബസി അടച്ചു. ഖമേനിയെ വധിക്കാൻ യുദ്ധതന്ത്രമൊരുക്കിയത് മൊസാദ് തന്നെ. ഇറാന്റെ പരമോന്നത നേതാവിനെ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചത് മാസങ്ങളോളം. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകളടക്കം ഹാക്ക് ചെയ്ത് മൊസാദിന്റെ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്നും നിശ്ചലമായി രാജ്യാന്തര വിമാന സർവീസുകൾ. ഡൽഹിയിൽ നിന്നും 40-ലധികം സർവീസുകൾ റദ്ദാക്കി. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും പ്രതിസന്ധി തുടരുന്നു. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനാവാതെ കോവളത്ത് കുടുങ്ങി വിനോദസഞ്ചാരികൾ. ദുബായിൽ കുടുങ്ങിയ ബാഡ്മിന്റൺ താരം PV സിന്ധു നാട്ടിൽ മടങ്ങി വന്നു. മനം നിറച്ച് പൊങ്കാല. തലസ്ഥാനത്തെ വഴികളിലെല്ലാം പൊങ്കാലക്കലങ്ങൾ. 10,000-കണക്കിന് പേർക്ക് ഭക്തിയുടെ നിർവൃതി. പൊങ്കാല നിവേദ്യം അല്പസമയത്തിനകം. മതസൗഹാർദ്ദത്തിന്റെ പുത്തൻ കേരള സ്റ്റോറിയുമായി പൊങ്കാല. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാളയം ഇമാമും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ബിഷപ്പും. പൊങ്കാല പുണ്യം തേടി പ്രമുഖരും. ലൈഫിന്റെ ഒരു ഭാഗമാണ് പൊങ്കാല എന്ന് പറയുന്നത്. മുടക്കാറില്ല, പറ്റുമെങ്കിൽ ആരും മുടക്കാറില്ല. ഇത് എന്റെ 3ാമത്തെ പൊങ്കാലയാണ്. 3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു ഫുൾ ഗ്യാങ് ഉണ്ട്. അമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമല്ലേ, അത് അമ്മ ഉറപ്പിച്ചുകൊണ്ട് വരിക. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം, നിറവുണ്ട്. എന്റെ മനസ്സിന് നിറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പൊങ്കാല ഇടുന്നത്. ഒരുപാട് സന്തോഷം. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. ഷാഫി പറമ്പിലിന്റെ നോമിനികളെ വീണ്ടും എത്തിക്കുന്നതിൽ പാലക്കാട് DCCയിൽ വിയോജിപ്പ്. ഇരവിപുരത്ത് RSPയിൽ തർക്കം. സംസ്ഥാന കമ്മിറ്റി അംഗം സജി D ആനന്ദ് രാജിവെച്ചു. ഷിബു ബേബി ജോണിന്റെ ഏകാധിപത്യമെന്ന ആരോപണം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ N വാസു EDക്ക് മുന്നിൽ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച്. SIT കേസിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയതിന് പിന്നാലെ EDയുടെ അടുത്ത നീക്കം. ആരോഗ്യമന്ത്രിക്കെതിരായ വധശ്രമക്കേസിൽ KSU പ്രവർത്തകർക്ക് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ചത് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പത്തനംതിട്ടയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത വീണ ജോർജ്. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് വിടവാങ്ങിയത് കേരളത്തിന്റെ ദേശീയ മുഖം. സംസ്കാരം നാളെ രാവിലെ 9-ന്.